ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് നമ്മുടെ രൂപയുടെയും അതുപോലെ CS-ൻ്റെയും ജീവിതം സഫലമാകുന്നത് കാണാൻ. എന്തായാലും ഇനി അത് അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല. CS-ൻ്റെയും രൂപയുടെയും ജീവിതത്തിൽ കരടായി നിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്നിനു പിറകെ ഒന്നൊന്നായി വഴി മാറിയിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഈ ജീവിതത്തിൽ സകല പ്രശ്നങ്ങളും തീർന്ന് ഒന്നാകാൻ പോകുന്നു. പക്ഷേ ആ സത്യം എല്ലാവരും അറിഞ്ഞിട്ടും നമ്മുടെ രൂപ അത് ആരോടും പറയണ്ടെന്ന് വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മുടെ കല്യാണി അങ്ങനെ അത് മറച്ചു വെക്കാൻ തയ്യാറായെങ്കിൽ പോലും കിരൺ അത് കയ്യോടെ പിടികൂടി കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണിക്ക് അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കല്യാണി കിരണിനോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ ദീപയോടും പാറക്കുട്ടിയോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞവരോട് ഈ വിവരം വേറെ ആരും അറിയരുതെന്നും പറയുന്നു. ഒരു കാരണവശാലും അച്ഛൻ അറിയാൻ പാടില്ല. അച്ഛൻ അറിഞ്ഞ അതിൻ്റെ ത്രില്ലങ്ങ് പോയല്ലോ. അപ്പോൾ ആ ഒരു കാര്യവും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ആ ഒരു രഹസ്യം അത് കാത്തു സൂക്ഷിക്കാൻ ഉള്ള ആ ഒരു ഇതിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോണിയുടെ അരികിൽ ചെന്നു സോണിയോടുള്ള കാര്യം പറഞ്ഞു. സോണിയോട് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സോണി പറഞ്ഞു, നമ്മൾ എത്രത്തോളം നമ്മുടെ അച്ഛനെ വെറുത്തിട്ടുണ്ട് ഏട്ടാ. അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ദുഷ്ടൻ നമ്മളുടെ അച്ഛനാണെന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ നമ്മൾ നമ്മുടെ അച്ഛനോട് പെരുമാറിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം മാറി ഇപ്പോൾ സത്യങ്ങളെല്ലാം സത്യമായി തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ കൊതിയാവുകയാണ് ഏട്ടാ. നമ്മുടെ അമ്മയും അച്ഛനും തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കുന്നത് കാണാനേ എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊതിയാവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സോണി പറഞ്ഞു. അപ്പോൾ തനിക്കും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞ് കിരൺ ഇങ്ങനെ അനിയത്തിയോട് പറയുക, നമ്മളുടെ ആഗ്രഹം അധികം വൈകാതെ സാധ്യമാകുമെന്നും നമ്മുടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നത് നമ്മൾ കാണും എന്നും പറഞ്ഞുകൊണ്ട് ആങ്ങള പെങ്ങൾക്ക് പ്രതീക്ഷകളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണേ. എന്തായാലും നമ്മുടെ രൂപയും ഇപ്പം ഏത് നേരവും CS എന്നുള്ളൊരൊറ്റ ചിന്തയോടുകൂടിയാണ് ജീവിക്കുന്നത്. അദ്ദേഹം എന്തെടുക്കുന്നു, അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത. ഈ രൂപ എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ CS-ന് ഇത്രയും കാലം കൊടുക്കാൻ കഴിയാതിരുന്ന സ്നേഹം, ഇത്രയും കാലം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയതിൻ്റെ നിരാശ, ഇതെല്ലാം ഓർത്തുകൊണ്ട് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രൂപയ്ക്കൊരു ഐഡിയ, ഇനിയിപ്പോൾ എന്തിനാ താൻ ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ താനല്ലാതെ വേറെ ആരാ നോക്കാനുള്ളത്. അങ്ങനെ ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ രൂപയുടെ ചിന്തകൾ വന്നു. രൂപ എന്നിട്ട് വേഗം തന്നെ പോയി പുതിയൊരു സിം എടുത്തു. എന്നിട്ട് പുതിയ നമ്പറിൽ നിന്ന് CS-ന് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. CS ആണെങ്കിലോ ഏത് നേരവും രൂപ എന്നുള്ളൊരു ചിന്തയായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അമ്പലത്തിൽ വെച്ച് കണ്ട കാഴ്ചകളും CS രൂപയ്ക്ക് വേണ്ടി നടത്തിയ പൂജയും കാര്യങ്ങളും ഇതെല്ലാം വീട്ടിൽ വന്നിരുന്നിങ്ങനെ നമ്മുടെ രൂപ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് രൂപ ഇങ്ങനെ ഒരു പരുവത്തിലെത്തിയിരിക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തിരിച്ചറിവിൽ അങ്ങനെ ശരിക്കും നമ്മുടെ രൂപ തോറ്റുപോയി എന്ന് രൂപയ്ക്ക് തന്നെ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് മുന്നിൽ, അതുപോലെ തന്നെ മക്കളുടെ മുന്നിൽ, കുടുംബത്തിൻ്റെ മുന്നിലൊക്കെ നമ്മുടെ രൂപ തോറ്റുപോയി എന്ന് രൂപയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. രൂപ ഇനിയിപ്പം താനായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ സൗഭാഗ്യങ്ങളിലേക്ക് തിരികെ നടക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ചെവി അറിയാതെ പോയി ഒരു സിമ്മൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ആശാത്തിരുന്ന് CS-ന് മെസ്സേജ് അയക്കൽ തുടങ്ങി. ആരോഗ്യം നോക്കണം, ഭക്ഷണം കഴിച്ചോ, വല്ലതും കുടിച്ചോ, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചോദിച്ചിങ്ങനെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ CS-ൻ്റെ ഫോണിലേക്ക് ഈ മെസ്സേജുകളൊക്കെ ചെല്ലുന്നു. CS-ന് അന്നേരത്തേക്കും ദേഷ്യം വരാൻ തുടങ്ങി. എനിക്ക് അപ്പോൾ അവിടുത്തെ കാര്യസ്ഥൻ ചേട്ടനോട് പറയുകയാണ്, എനിക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുവെന്ന്. മെസ്സേജുകളോ? സാർ എന്തൊക്കെയാണ് പറയുന്നത്? സാറിന് ആരാ ഇപ്പോൾ ഒക്കെ മെസ്സേജ് വിടാനെന്ന് ചോദിച്ചപ്പം അത് തന്നെയാണോ ഞാനും ആലോചിക്കുന്നത്. ഈ പ്രായത്തിൽ എനിക്ക് മെസ്സേജ് വിടാൻ ആരാ? ഇത് കണ്ടോ, താനിത് നോക്കിക്കേ, ഞാൻ കഴിച്ചോ, കുടിച്ചോ, ഉറങ്ങിയോ, പല്ല് തേച്ചോ, ഇതൊക്കെ ചോദിച്ചുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. ഇത് ആരാണോ ഇങ്ങനെ മെസ്സേജ് വിടുന്നതെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ നേരത്തേക്കും നമ്മുടെ കാര്യസ്ഥൻ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞ്, ആരായിരിക്കും എന്നാലും ഇതാരാണെങ്കിലും സാറിന് നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ഒരു മെസ്സേജ് വിടില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. എന്നാലും ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് CS തന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ മെസ്സേജല്ലേ വന്നുള്ളൂ, ഇനിയിപ്പോൾ അവിടെ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് നോക്കാം എന്ന് കാര്യസ്ഥൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ രൂപ എന്ന മെസ്സേജ് അയച്ചു മടുത്തു. ഇനിയിപ്പോൾ ഒന്ന് വിളിച്ചേക്കാം എന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് CS-ൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നു.
ഇത് കണ്ടപ്പോൾ കണ്ടോടോ ദേ ആ നമ്പറിൽ നിന്ന് എന്നെ വിളിക്കുന്നു. വിളിക്കുന്നുണ്ടെങ്കിൽ സാറ് കോൾ എടുക്കുക. എന്തിന്? അതിൻ്റെ ആവശ്യം എന്താ? സാറ് കോൾ എടുക്കുക, എന്നാലല്ലേ അത് എന്തിനാ ആരാന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ സാറിനെ പറ്റിക്കാൻ ആരെങ്കിലും ചെയ്തതാണെങ്കിലോ? അങ്ങനെയൊക്കെ ചെയ്യുമോ? സാറ് കോൾ എടുക്കാൻ പറഞ്ഞു. ദേ നമ്മുടെ CS കോൾ എടുത്തു. ഹലോ എന്ന് വെച്ചപ്പോഴേക്കും അവിടുന്ന് അനക്കമൊന്നുമില്ല. ഇതാരാ ഇത്, എന്താ ഇതെന്നൊക്കെ ഇങ്ങനെ CS ദേഷ്യത്തിൽ ചോദിക്കുക. അപ്പോൾ CS-ൻ്റെ ഓരോ ശബ്ദം അല്ലെങ്കിൽ CS-ൻ്റെ ആ ഒരു ദേഷ്യം ഇതൊക്കെ നമ്മുടെ രൂപ ശരിക്കും ആസ്വദിക്കുക അവിടെ ഇരുന്ന്. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആ ഒരു എക്സ്പ്രഷനൊക്കെ കാണിക്കുന്നുണ്ടേ. ഇഡിയറ്റ് ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ദേഷ്യപ്പെട്ട് നമ്മുടെ CS. അപ്പോഴേക്ക് രൂപ ഭയങ്കര ദേഷ്യക്കാരനാ, അന്നത്തെ ആ ഒരു ദേഷ്യം ഇപ്പോഴും ഉണ്ട്, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നിങ്ങനെ സ്വയം പറയുക കേട്ടോ. അങ്ങനെ നമ്മുടെ രൂപ ശരിക്കും ഇപ്പം മരം ചുറ്റി പ്രണയത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ഭർത്താവ് പോലും അറിയാതെ പ്രണയം കൊണ്ട് മൂടുന്നു, സ്നേഹം കൊണ്ട് പൊതിയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ് നമ്മുടെ രൂപ ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ രൂപയുടെ പ്രണയം അത് നല്ല എന്താ പറയുക മഴ പോലെ ഇങ്ങനെ പെയ്തൊഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ രസകരമായ രീതിയിൽ അടിപൊളി എപ്പിസോഡുകളും ഒക്കെ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ആ എപ്പിസോഡുകളിൽ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് രൂപ അതുപോലെ സേനൻ പ്രണയമാണ്. അങ്ങനെ മക്കൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ കാര്യമൊന്നും CS-ന് അറിയില്ല, പാവം. എന്നിട്ട് പിന്നെ നമ്മുടെ കിരൺ ഇങ്ങനെ CS-നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കിരണിനോട് ഇങ്ങനെ പറഞ്ഞു, അതെ മോനെ, ഈ ഇടയായി 2 ദിവസമായിട്ട് എൻ്റെ ഫോണിലേക്ക് ആവശ്യമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത നമ്പറിൽ നിന്ന് കോളോ? അതേത് കോളോ അച്ഛാ? ആരാണെന്നൊന്നും അറിയില്ല, എടുക്കുമ്പോൾ മിണ്ടുവേല. ഇങ്ങനെ എന്നോട് കഴിച്ചോ കുടിച്ചോ ഉറങ്ങിയോ അവിടെ പോയി എവിടെ പോയെന്നൊക്കെ ചോദിച്ചു മെസ്സേജ് അയക്കുകയാണെന്ന് പറഞ്ഞപ്പം ഓഹോ അങ്ങനെയൊക്കെ മെസ്സേജ് വരാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കിരണിന് മനസ്സിലായി സംഗതി അമ്മയ്ക്കരികിൽ നിന്ന് വരുന്നതാണെന്ന്. ഇനിയിപ്പോൾ അച്ഛനോട് ആരെങ്കിലുമൊക്കെ പ്രണയം തോന്നി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ മെസ്സേജൊക്കെ വരാൻ തുടങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഈ വയസ്സാം കാലത്ത് പ്രണയം, നിനക്ക് എന്താടാ പറ്റിയത്? ആയ കാലത്ത് ഭാര്യയെ പ്രണയിക്കാൻ പറ്റിയില്ല, ഇനിയാണോടാ ഈ വയസ്സനാം കാലത്ത് പ്രണയിക്കാൻ പോണത്? നിനക്ക് എന്താണോ മോനെ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് CS ഇങ്ങനെ ചോദിച്ചു. പറയാൻ പറ്റില്ല, ഇത്രയും കാലം ഇങ്ങനെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു പുരുഷനെ ഏത് പെണ്ണാ ഇഷ്ടപ്പെടാത്തത്? ഒരുപക്ഷെ അങ്ങനെ വല്ലതും ഇഷ്ടപ്പെട്ട പെണ്ണാണെങ്കിലോ പറയാൻ പറ്റില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയണേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും മോനും ശരിക്കും കൂട്ടുകാരെ പോലെയൊക്കെ നിന്നിങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ ജീവിതത്തിൽ എവിടെയോ അച്ഛനെ മറിഞ്ഞിരുന്ന ഒരാൾ പ്രണയിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. അതോ ഈ മെസ്സേജിൻ്റെ കാര്യത്തിലൂടെ എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ CS-നെ വാരുക കിരൺ. ദേ എടാ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ മകനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നുണ്ട്. എന്തായാലും കല്യാണിയുടെ ശമ്പളം വാങ്ങിച്ചതേ ഇപ്പോൾ നമ്മുടെ രതീശനും കാദംബരിയും ഓഫീസിലുണ്ട്. അപ്പോൾ കല്യാണിയുടെ ശമ്പളം കൊണ്ട് മേടിക്കുന്ന അരി പോലും അരിക്ക് ചോറ് വയ്ക്കുന്നത് പോലും ഈ പറയണ നമ്മുടെ പ്രകാശൻ ഇപ്പോൾ വയറ് നിറച്ച് അവളുടെ പണം കൊണ്ട് വാങ്ങിച്ച ഭിക്ഷ എനിക്ക് വേണ്ടടാ എന്നുള്ളൊരു മട്ടിലേക്കാണ് പ്രകാശൻ. പിന്നെ ഇടയ്ക്ക് തട്ടിനും മുട്ടിനൊക്കെ ജീവൻ കിടക്കാൻ വേണ്ടിയൊക്കെ കഴിക്കും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായ എപ്പിസോഡുകളുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. എല്ലാവരും കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.